ഈ ബ്രെയ്ഡിനെ നമുക്ക് ഫ്രഞ്ച് ബ്രെയ്ഡിൻ്റെ അടുത്തുള്ള ഒരാളായിട്ട് സങ്കല്പിക്കാം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വകുപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാം. പിന്നെ നടുക്കുള്ള കുറച്ച് മുടി ഇതുപോലെ പിന്നി നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളുടെ മെയിൻ സ്റ്റെപ്പ്. നമ്മുടെ കുറച്ച് ഫ്രണ്ടിലുള്ള മുടി നല്ലപോലെ എടുത്ത് അതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഓരോ പിന്നലിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി, അത്രയ്ക്ക് സിമ്പിളാണ്. പിന്നെ നമുക്ക് ഈ ബാക്ക് ഭാഗം കാണാത്തതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സൈഡിൽ നിന്ന് എടുക്കുക, മുടി ട്വിസ്റ്റ് ചെയ്യുക, ഈ പിന്നലിൻ്റെ ഇടയ്ക്ക് മാത്രം കയറ്റി വെക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്രോസസ്സ് വേണമെങ്കിൽ താഴെ വരെ, ഈ പിന്നലിൻ്റെ താഴെ വരെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനൊരു പകുതി വരെ ചെയ്യുന്നുള്ളൂ. ഇത്രയും നാളും ഫ്രണ്ട്സിൻ്റെ സഹായത്തിൽ ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്തവരൊക്കെ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എളുപ്പമാണ്. പിന്നെ ഓരോ തവണയും മുടി ആ പിന്നലിൻ്റെ ഇടയ്ക്ക് കയറ്റുമ്പോൾ നല്ലപോലെ വലിച്ചതൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നിൽ താഴെ വരെ പിന്നിടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലോ ക്ലിപ്പും ഉണ്ടോ അല്ലെങ്കിൽ ബണ്ണോ ഉണ്ടോ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.